പറഞ്ഞിട്ടാണ് സ്വാമി സാർ ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരിക. അത് ഇദ്ദേഹത്തിന് അഭിനയത്തിലുള്ള നാഷണൽ അവാർഡ്. ആ വർഷം ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് ഒരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിലെത്തി. അപ്പോൾ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് വാങ്ങുന്ന ഫംഗ്ഷനിൽ റിഹേഴ്സലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചടക്കം, മര്യാദ, അനാവശ്യം സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം അപ്പോൾ അവാർഡ് ജേതാക്കളെ ആളുകളെ പറ്റി ഏങ്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ച് നേരം സംസാരിക്കും. അദ്ദേഹത്തിന് ലഘു ജീവചരിത്രം അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഏങ്കർ പറഞ്ഞു, "This is the second day he's getting the award." അപ്പൊ മമ്മൂട്ടി ഒറ്റയാണ് പ്രസിഡന്റ് കയറി തരാണ് പേടിച്ചു. അയാൾ സെറ്റേക്ക ഒറ്റ പേരാണെന്ന് പേടിച്ച്. അപ്പൊ മമ്മൂട്ടി "This is the third time I'm getting the same award." അതാ പ്രശ്നം. രണ്ടാമത്തെ തവണയല്ല, മൂന്നാമത്തെ തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് കേരളത്തിനടുത്ത് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാൻ പോയപ്പോൾ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞെന്നോ അദ്ദേഹം പറഞ്ഞു. ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് സോണി സാറിന് മമ്മൂട്ടി പറഞ്ഞതായിട്ടും തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികാരം ജീവിച്ചില്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ ഈ രണ്ടു തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പറയാൻ വിട്ടുപോയതിന് ഇത്രയും വലിയ ഒറ്റ വെക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിലധികമൊക്കെയായി ഞാൻ സിനിമയിൽ വന്നുപെട്ടിട്ട് ഒരു വരുത്തിന് ഈ ടൈറ്റിൽ ലോഞ്ചിന് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോഞ്ചിന് ആളെ വിളിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവിപുരത്ത് മണിമുഴക്കം. അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ, അദ്ദേഹത്തായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ 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 അതെ. സ്വാമി ശ്രീനേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് അല്ല, എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസമാണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിക്കൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ട് നിന്നത്തെ സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉണ്ടായത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു.
കഥയെല്ലാം ഞാൻ മമ്മൂട്ടി പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. ഞാൻ പറഞ്ഞു പോലീസ് ഇല്ലാതെ എങ്ങനെ ഒരു കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരിക്കുക. അതിൽ മാവൂർ മാസ്റ്ററുടെ അമ്പ് മുഴുവനുണ്ട് അതിൽ. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്ത് നടക്കില്ല. അപ്പം ഞാൻ ചെയ്യും, ഞാൻ CBI ആണ്. CBI അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CBIയുടെ ഫുൾ ഫോം പോലും അറിയില്ല. ഞാൻ പറഞ്ഞു CBI കൂടിയാണ്. ഞാൻ ആലോചിക്കും വേറെ റൈറ്റർ, വേറെ ക്രിയേറ്റർ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡി, പിന്നെ CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയാനുള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ ഒരു അലി ഇമ്രാൻ എന്നും പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞു അത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ല. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാതെ സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ടാൽ നമ്മൾ അന്തമിട്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ തറവായി, അതുകൊണ്ട് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകണം. എന്ത് സ്വാമി ചെയ്തു വെക്കണം? 20-ാം നൂറ്റാണ്ട് പോലത്തെ ഒരു സിനിമ ചെയ്തിട്ട് ഇതുപോലെ ഒരു പോലീസുകാരൻ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം. അങ്ങനെയാണ്, എന്തിനാണെന്ന് പറഞ്ഞാൽ എല്ലാ കോർണറിൽ നിന്നും എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഞാൻ അവിടെ ഇരി, ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ തനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം, എന്ത് വേണമെങ്കിലും കാര്യമേ താൻ വിട്ടേക്ക്, നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്നാകണമെന്ന് ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്യുന്നു.